അപ്പം വായു നമുക്കൊരു അടിപൊളി നാടൻ കോഴിക്കറി ഉണ്ടാക്കിയാൽ ഞങ്ങളുടെ വീട്ടിലുള്ളൊരു കോഴീനെ റെഡിയാക്കി എടുക്കുവാണ് കേട്ടോ. കടയിൽ കൊടുത്ത് അതൊന്ന് ക്ലീൻ ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉരുളി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് 1/2 കിലോ ചെറിയ ഉള്ളി ക്ലീൻ ചെയ്ത് കഴുകി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏതാണ്ട് 1 കിലോയോളം ചിക്കൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 1/2 കിലോ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്തേക്ക് നമുക്ക് ഈ ചിക്കൻ ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ശരിക്കും കഷ്ണങ്ങളൊക്കെ സോഫ്റ്റായിട്ട് വരും. കുറച്ച് നാരങ്ങ നീര്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒരു 3 വിസിൽ അടുപ്പിക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വരും. അല്ലെങ്കിൽ കുറച്ച് റബ്ബറി ഫീൽ ഉണ്ടാകും, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴേക്കും നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ട് പീസ് മാത്രം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ചിക്കൻ്റെ എണ്ണ തന്നെ ഇറങ്ങി വരും. അപ്പം നന്നായിട്ട് നമ്മൾ വഴറ്റണം. പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങളിതിലേക്ക് കൂടുതലും കുരുമുളകാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കാശ്മീരി ചില്ലി ഒരു കളറിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ പ്രത്യേകിച്ച് വേറെ മസാലകളൊന്നും നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കുരുമുളക് എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുരുമുളകിൻ്റെ എരി പല സ്ഥലത്തും പല രീതിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എല്ലാം ഇതിലേക്ക് പിടിക്കണ മാതിരി. മസാലകളൊന്നും ഞാൻ പറഞ്ഞ മാതിരി ആഡ് ചെയ്യണില്ല. പിന്നെ ഇതിന് വേറൊരു മണമാണ് വരണം. അതിപ്പോൾ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ആഡ് ചെയ്യണം കേട്ടോ, വേണമെങ്കിൽ ചെറിയൊരു പുളിരസം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ അതൊന്നും ആഡ് ചെയ്യണില്ല. ജസ്റ്റ് ചിക്കൻ മാത്രം ആഡ് ചെയ്തെടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ച സ്റ്റോക്കും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വെള്ളം വറ്റണ വരെ വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് വഴന്ന് വരും. ആ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അടച്ച് വെച്ചാൽ അടിപൊളി ചിക്കൻ കറി റെഡിയാണ്. എല്ലാവരും റെഡിയാക്കി നോക്കും. പിള്ളേർക്കും ഇഷ്ടപ്പെടും. കഴിക്കാത്ത കുട്ടികളും ഇത് കഴിക്കും. കാരണം കുക്കറിൽ ഇടുമ്പോൾ തന്നെ ഒന്നും സോഫ്റ്റായി വരും. ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.